ഇറാന് നേരെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ വിഭാഗമായ ഹദം അൽ അൻബിയ തലവൻ അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രയേൽ. ഇതിനിടെ ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. തലസ്ഥാനമായ ടെൽ അവീവിലും ജെറുസലേമിലും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച G7 ഉച്ചകോടി ഇറാൻ തീവ്രവാദത്തിന്റെ ഉറവിടമാണെന്നും പ്രസ്താവിച്ചു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന് G7 കൂട്ടായ്മയും അമേരിക്കൻ പ്രസിഡന്റും വ്യക്തമാക്കി. മധ്യേഷ്യയിലെ സംഘർഷം ആരംഭിച്ച് 5ാം ദിനമായ ഇന്ന് ഇരു രാജ്യങ്ങളും പ്രത്യാക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു വിഭാഗമായ ഖദം അൽ അൻബിയയുടെ തലവനും ജനറലുമായ അലി ഷദ്മാനിയെ ആക്രമണത്തിനിടെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇറാന്റെ ഏറ്റവും ഉന്നതനായ സൈനിക കമാൻഡറും പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയിയുടെ വിശ്വസ്തനുമാണ് ഷദ്മാനി എന്നാണ് കരുതപ്പെടുന്നത്. ഷദ്മാനിയുടെ വധം ഇറാന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഷദ്മാനി കൊല്ലപ്പെട്ടതായി ഇറാൻ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. IRGCയുടെ തലവനായ ഖൊലാം അൽ റാഷിദ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വെള്ളിയാഴ്ചയാണ് ഷദ്മാനിയെ IRGCയുടെ തലവനായി നിയമിച്ചത്. IRGCയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തുടരുമ്പോഴും ടെൽ അവീവും ജെറുസലേമും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം തുടരുകയാണ്. വലിയ സ്ഫോടനങ്ങളാണ് മധ്യ ഇസ്രയേലിലും ടെൽ അവീവിലും തീരനഗരമായ ഹെർസ്ലിയയിലും ജെറുസലേമിലും ഉണ്ടായത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇത് സംബന്ധിച്ച സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച കരാർ ഇറാൻ അംഗീകരിക്കേണ്ടതായിരുന്നുവെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഒരു കാരണവശാലും ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ല. ഇത് പലതവണ താൻ ആവർത്തിച്ചതാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ വിട്ടുപോകണമെന്ന് ജനങ്ങളോട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ടെഹ്റാൻ നഗരം ഒഴിയണമെന്ന മുന്നറിയിപ്പ് ഇസ്രയേലും പുറപ്പെടുവിച്ചു. G7 ഉച്ചകോടി പൂർത്തിയാക്കാതെ അമേരിക്കയിലേക്ക് ട്രംപ് മടങ്ങിയതും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമെന്നതിന്റെ സൂചനയായാണ് കണക്കാക്കിയത്. ഇറാനും ഇസ്രയേലും തമ്മിൽ സമാധാനം കൈവരിക്കാനുള്ള ചർച്ചകൾക്കായാണ് ട്രംപ് ഉച്ചകോടി പൂർത്തിയാക്കാതെ മടങ്ങിയതെന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വാക്കുകൾ ട്രംപ് തള്ളിയിരുന്നു. വെടിനിർത്തലിനേക്കാൾ വലിയ നീക്കം നടത്താനാണ് താൻ അമേരിക്കയിലേക്ക് തിരിച്ചതെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയാണ് ഇറാനെ ആക്രമണം ശക്തമാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ഖമനേയിയെ വധിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. വരും മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.